ഓം ശാന്തി 6-4-2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 15-12-2004. മുരളിയുടെ ടൈറ്റിലാണ് ബാബ്ദാദയുടെ വിശേഷ ആശയാണ് ഓരോ കുട്ടികളും ആശീർവാദങ്ങൾ നൽകട്ടെ, ആശീർവാദങ്ങൾ നേടട്ടെ. ഇന്ന് ബാബ്ദാദ തന്റെ നാനാഭാഗത്തെയും നിശ്ചിന്ത ചക്രവർത്തികളുടെ സഭയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യസഭ മുഴുവൻ കൽപ്പത്തിൽ ഈ സമയം മാത്രമാണ്. ആത്മീയ ലഹരിയിലിരിക്കുകയാണ്. അതിനാലാണ് നിശ്ചിന്ത ചക്രവർത്തി ആയിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിശ്ചിന്തം, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കർമ്മം ചെയ്തും നിശ്ചിന്തം, ഉറങ്ങുമ്പോഴും നിശ്ചിന്ത ഉറക്കത്തിൽ ഉറങ്ങുന്നു. ഇങ്ങനെ അനുഭവം ചെയ്യുന്നില്ലേ? നിശ്ചിന്തമാണോ? ആയിട്ടുണ്ടോ അതോ ആകണമോ? ആയിക്കഴിഞ്ഞുവല്ലേ? നിശ്ചിന്തവും ചക്രവർത്തിയുമാണ്. സ്വരാജ്യാധികാരി ഈ കർമ്മേന്ദ്രിയങ്ങൾക്ക് മേൽ രാജ്യം ഭരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയാണ്. അർത്ഥം സ്വരാജ്യ അധികാരി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഭ താങ്കൾ കുട്ടികളുടേത് തന്നെയാണ്. എന്തെങ്കിലും ചിന്തയുണ്ടോ? ഉണ്ടോ എന്തെങ്കിലും ചിന്ത? എന്തെന്നാൽ തന്റെ മുഴുവൻ ചിന്തയും ബാബയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഭാരം ഇറങ്ങിയില്ലേ? വിഷമം തീർന്നു. നിശ്ചിന്ത ചക്രവർത്തിയായി അമൂല്യ ജീവിതം അനുഭവം ചെയ്യുകയാണ്. എല്ലാവരുടെയും ശിരസിൽ പവിത്രതയുടെ പ്രകാശ കിരീടം സ്വതവേ തിളങ്ങുന്നു. ചിന്തയില്ലാത്തവരുടെ മേൽ പ്രകാശ കിരീടമുണ്ട്. അഥവാ ആരെങ്കിലും വിഷമിക്കുകയാണ്, എന്തെങ്കിലും ഭാരം തനിക്ക് മേൽ എടുത്തു വെക്കുന്നു എങ്കിൽ അറിയാം ശിരസിൽ എന്താണ് വരുന്നത് എന്ന്. ഭാരത്തിന്റെ കുട്ടകൾ വന്നു ചേരുന്നു. അപ്പോൾ ആലോചിക്കൂ, കിരീടവും കുട്ടയും രണ്ടും മുന്നിൽ കൊണ്ടുവരൂ. എന്താണ് നല്ലതായി തോന്നുക? കുട്ടയാണോ നല്ലതായി തോന്നുന്നത്? പ്രകാശ കിരീടമാണോ നല്ലതായി തോന്നുന്നത്? പറയൂ ടീച്ചേഴ്സ്, എന്താണ് നല്ലതായി തോന്നുന്നത്? കിരീടം നല്ലതായി തോന്നുന്നില്ലേ? എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും മേൽ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. പവിത്രത പ്രകാശത്തിന്റെ കിരീടധാരി ആക്കുന്നു. അതിനാൽ തന്റെ ഓർമ്മ ചിഹ്നമായ ജഡചിത്രങ്ങളിൽ ഡബിൾ കിരീടം കാണിച്ചിരിക്കുന്നു. ദ്വാപുരം മുതൽ കുറെ ചക്രവർത്തികൾ ആയിട്ടുണ്ട്, രാജാക്കന്മാർ ആയിട്ടുണ്ട്. എന്നാൽ ഡബിൾ കിരീടധാരി ആരും ആയിട്ടില്ല. നിശ്ചിന്ത ചക്രവർത്തി സ്വരാജ്യ അധികാരിയും ആരും ആയിട്ടില്ല. എന്തെന്നാൽ പവിത്രതയുടെ ശക്തി മായാജീത്, കർമ്മേന്ദ്രിയ ജീത് വിജയിയാക്കി മാറ്റുന്നു. നിശ്ചിന്ത ചക്രവർത്തിയുടെ ലക്ഷണമാണ് സദാ സ്വയവും സന്തുഷ്ടം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കുന്നവർ. ഒരിക്കലും യാതൊരു അപ്രാപ്തിയും ഇല്ല അസന്തുഷ്ടമാകുന്നതിന്. എവിടെ അപ്രാപ്തിയുണ്ടോ അവിടെ അസന്തുഷ്ടതയുണ്ട്. എവിടെ പ്രാപ്തിയുണ്ടോ അവിടെ സന്തുഷ്ടതയുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ടോ? പരിശോധിക്കൂ. സദാ സർവപ്രാപ്തി സ്വരൂപം സന്തുഷ്ടമാണോ? മഹിമയുമുണ്ട്. അപ്രാപ്തമായി ഒരു വസ്തുവും ഇല്ല. ദേവതകൾക്കല്ല, എന്നാൽ ബ്രാഹ്മണരുടെ ഖജനാക്കളിൽ. സന്തുഷ്ട ജീവിതത്തിന്റെ ശ്രേഷ്ഠ അലങ്കാരമാണ്, ശ്രേഷ്ഠ മൂല്യമാണ്. അപ്പോൾ സന്തുഷ്ട ആത്മാക്കളല്ലേ? ബാബ്ദാദ ഇങ്ങനെയുള്ള നിശ്ചിന്ത ചക്രവർത്തി കുട്ടികളെ കണ്ട് സന്തോഷിക്കുകയാണ്. ആഹാ, എന്റെ നിശ്ചിന്ത ചക്രവർത്തി കുട്ടികൾ, ആഹാ 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 അല്ലേ? ആരാണോ നിശ്ചിന്തർ അവർ കൈ ഉയർത്തു. നിശ്ചിന്തമാണോ?
ചിന്ത വരുന്നില്ലേ? ഇടയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല. നല്ലതാണ്. നിശ്ചിന്തമാകുന്നതിനുള്ള മാർഗം വളരെ സഹജമാണ്, പ്രയാസമല്ല. കേവലം ഒരു വാക്കിന്റെ മാത്രയുടെ അല്പം വ്യത്യാസമാണ്. ആ വാക്കാണ് എന്റെ എന്നതിനെ നിന്റെ എന്നതിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. എന്റെ അല്ല, നിന്റെ. അപ്പോൾ ഹിന്ദി ഭാഷയിൽ എന്റെ എന്നും എഴുതൂ, നിന്റെ എന്നും എഴുതൂ. അപ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത്? മേ, തേ ഇവയുടെ. എന്നാൽ വ്യത്യാസം എത്ര ഉണ്ടാകുന്നു? അപ്പോൾ താങ്കൾ എല്ലാവരും എന്റെ എന്റെക്കാരാണോ അതോ നിന്റെ നിന്റെക്കാരാണോ? എന്റെ എന്നതിനെ നിന്റേതിലേക്ക് പരിവർത്തനപ്പെടുത്തിയോ? ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തോളൂ. എന്റെ അർത്ഥം ദാസരാകുന്നവർ, ഉദാസീനരാകുന്നവർ. മായയുടെ ദാസരായി മാറുന്നില്ലേ? അപ്പോൾ ഉദാസീനരാകുമല്ലോ. ഉദാസീനരർത്ഥം മായയുടെ ദാസി ആകുന്നവർ. അപ്പോൾ താങ്കൾ മായാജീത്താണ്, മായയുടെ ദാസരല്ല. അപ്പോൾ ഉദാസീനത വരുന്നുണ്ടോ? ഇടയ്ക്കിടെ രുചിച്ചു നോക്കുന്നു. എന്തെന്നാൽ 63 ജന്മം ഉദാസീനമായിരിക്കുന്നതിന്റെ അഭ്യാസമാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടെ അത് പ്രത്യക്ഷമാകുന്നു. അതിനാൽ ബാപ്ദാദ എന്തു പറഞ്ഞു? ഓരോ കുട്ടിയും നിശ്ചിന്ത ചക്രവർത്തിയാണ്. അഥവാ ഇപ്പോഴും എവിടെയെങ്കിലും കോണിൽ എന്തെങ്കിലും ചിന്ത വെച്ചു എങ്കിൽ നൽകിക്കോളൂ. തന്റെ പക്കൽ ഭാരം എന്തിന് വെക്കണം? ഭാരം വെക്കുന്നതിനുള്ള ശീലം ആയിരിക്കുകയാണോ? ബാബ പറയുകയാണ്, ഭാരം എനിക്ക് തരൂ, താങ്കൾ ലൈറ്റ് ആയിക്കോളൂ. ഡബിൾ ലൈറ്റ്. ഡബിൾ ലൈറ്റ് നല്ലതാണോ അതോ ഭാരമാണോ നല്ലത്? അപ്പോൾ നല്ല രീതിയിൽ പരിശോധിക്കുക. അമൃതവേളയിൽ എണീക്കുമ്പോൾ പരിശോധിക്കുക. വിശേഷിച്ച് വർത്തമാന സമയം ഉപബോധ മനസ്സിലെങ്കിലും എന്തെങ്കിലും ഭാരം ഉണ്ടോ? ഇല്ലല്ലോ. ഉപബോധ മനസ്സിലല്ല, സ്വപ്നത്തിൽ പോലും ഭാരത്തിന്റെ അനുഭവം ഉണ്ടാകരുത്. ഇഷ്ടം ഡബിൾ ലൈറ്റ് അല്ലേ? അപ്പോൾ വിശേഷിച്ച് ഈ ഹോംവർക്ക് നൽകുകയാണ്. അമൃതവേളയിൽ പരിശോധിക്കുക. പരിശോധിക്കാൻ അറിയാമല്ലോ. എന്നാൽ പരിശോധനയ്ക്കൊപ്പം കേവലം പരിശോധനയല്ല, മാറ്റുകയും ചെയ്യുക. എന്റേതിനെ നിന്റേതിലേക്ക് മാറ്റിക്കൊള്ളുക. എന്റെ, നിന്റെ. അപ്പോൾ പരിശോധിക്കൂ, മാറ്റൂ. എന്തെന്നാൽ ബാപ്ദാദ വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ്, സമയത്തെയും സ്വയത്തിനെയും രണ്ടിനെയും നോക്കൂ. സമയത്തിന്റെ തീവ്രതയും നോക്കൂ, സ്വയം തന്റെയും തീവ്രത നോക്കൂ. പിന്നീട് ഇത് പറയരുത്, എനിക്കറിയുമായിരുന്നില്ല സമയം ഇത്രയും തീവ്രമായി പോയിക്കളഞ്ഞു എന്ന്. പല കുട്ടികളും കരുതുന്നു ഇപ്പോൾ അല്പം മന്ദപുരുഷാർത്ഥമാണെങ്കിലും അന്തിമത്തിൽ തീവ്രമാക്കാം എന്ന്. എന്നാൽ വളരെ കാലത്തെ അഭ്യാസം അന്തിമത്തിൽ സഹയോഗമാകും. ചക്രവർത്തിയായി നോക്കൂ. ആയിട്ടുണ്ട്, എന്നാൽ ചിലരായിട്ടുണ്ട്, ചിലർ ആയിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്പന്നമായിക്കൊള്ളും. ഇനി നടക്കുകയല്ല, ചെയ്യുകയല്ല, പറക്കണം. ഇപ്പോൾ പറക്കുന്നതിന്റെ വേഗത വേണം. ചിറക് ലഭിച്ചുവല്ലോ. ഉണർവുത്സാഹത്തിന്റെയും ധൈര്യത്തിന്റെയും ചിറക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ബാബയുടെ വരദാനവുമുണ്ട്. ഓർമ്മയുണ്ടോ വരദാനം? ധൈര്യത്തിന്റെ ഒരു ചുവട് താങ്കളുടേത്, 1000 ചുവട് സഹായം ബാബയുടേത്. എന്തെന്നാൽ ബാബയ്ക്ക് കുട്ടികളോട് ഹൃദയത്തിന്റെ സ്നേഹമാണ്. അപ്പോൾ സ്നേഹികളായ കുട്ടികളുടെ പ്രയത്നം ബാബയ്ക്ക് കാണാൻ സാധിക്കില്ല.
പ്രേമത്തിൽ കഴിയൂ എങ്കിൽ പ്രയത്നം സമാപ്തമായിക്കൊള്ളും. എന്താ പ്രയത്നം നല്ലതായി തോന്നുന്നുണ്ടോ? ക്ഷീണിച്ചു പോയിരിക്കുന്നു. 63 ജന്മം അലഞ്ഞലഞ്ഞ് പ്രയത്നം ചെയ്ത് ക്ഷീണിക്കുന്നു. ബാബ തന്റെ പ്രേമത്താൽ അലയുന്നതിനു പകരം 3 സിംഹാസനത്തിന്റെ യജമാനരാക്കി മാറ്റി. 3 സിംഹാസനം അറിയാമോ? അറിയാമോ ഏതാണെന്ന്? സിംഹാസനസ്ഥരാണ്. അകാല സിംഹാസനസ്ഥരാണ്. ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണ്. ഭാവി വിശ്വരാജ്യത്തിന്റെ സിംഹാസനസ്ഥരുമാണ്. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളെയും സിംഹാസനസ്ഥരായി കാണുകയാണ്. ഇങ്ങനെയുള്ള പരമാത്മാ ഹൃദയ സിംഹാസനം മുഴുവൻ കൽപ്പത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല. എന്താണ് കരുതുന്നത്? പാണ്ഡവർ ചക്രവർത്തി ആണോ? കൈ ഉയർത്തുകയാണ്. സിംഹാസനം വിടരുത്. ദേഹബോധത്തിൽ വന്ന്, അതായത് മണ്ണിലേക്ക് വന്ന്, ഈ ദേഹം മണ്ണാണ്. സിംഹാസനധാരി ആയിരിക്കുന്നു എങ്കിൽ ചക്രവർത്തിയായി. ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് പരിശോധിക്കുകയാണ്. 4 വിഷയത്തിലും ആരാര് എവിടെ വരെ എത്തി. അപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടികളുടെയും ചാർട്ട് പരിശോധിച്ചു. ബാബ്ദാദ എന്തെല്ലാം ഖജനാക്കൾ നൽകിയിട്ടുണ്ടോ ആ സർവ ഖജനാക്കളും എവിടെ വരെ ശേഖരിച്ചിട്ടുണ്ട്. സമ്പാദ്യത്തിന്റെ കണക്ക് പരിശോധിച്ചു. എന്തെന്നാൽ ബാബ എല്ലാവർക്കും ഒരേപോലെ ഒരേ അളവിൽ നൽകിയിട്ടുണ്ട്. ചിലർക്ക് കുറച്ച്, ചിലർക്ക് കൂടുതൽ നൽകിയിട്ടില്ല. ഖജനാക്കൾ സമ്പാദിക്കുന്നതിന്റെ ലക്ഷണം എന്താണ്? ഖജനാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ ഖജനാവാണ് ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ ഖജനാവ്. സങ്കല്പവും ഖജനാവാണ്. അപ്പോൾ വർത്തമാന സമയവും വളരെ വലിയ ഖജനാവാണ്. എന്തെന്നാൽ വർത്തമാന സമയത്തിൽ എന്തു തന്നെ പ്രാപ്തമാക്കണമോ, എന്ത് വരദാനം നേടണമോ, എത്രത്തോളം അവനവനെ ശ്രേഷ്ഠമാക്കണമോ അത്രത്തോളം ഇപ്പോൾ ആക്കുവാൻ സാധിക്കുന്നു. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. സങ്കല്പത്തിന്റെ ഖജനാക്കളെ വ്യർത്ഥമാക്കുക എന്നാൽ തന്റെ പ്രാപ്തികളെ നഷ്ടപ്പെടുത്തുക എന്നാണ്. ഇങ്ങനെ തന്നെ സമയത്തിന്റെ 1 സെക്കൻഡ് പോലും വ്യർത്ഥമാക്കി കളഞ്ഞു. സഫലമാക്കിയില്ല എങ്കിൽ ഒരുപാട് നഷ്ടപ്പെടുത്തി. ഒപ്പം ജ്ഞാനത്തിന്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ഓരോ ആത്മാവിൽ നിന്നും പരമാത്മാവിൽ നിന്നുമുള്ള ആശീർവാദങ്ങളുടെ ഖജനാവ്. ഏറ്റവും സഹജമാണ് പുരുഷാർത്ഥത്തിൽ ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. സുഖം നൽകൂ, സുഖം നേടൂ. ദുഃഖം നൽകരുത്, ദുഃഖമെടുക്കരുത്. ഇങ്ങനെ ആകരുത്. ദുഃഖം നൽകിയില്ല, എന്നാൽ എടുത്തു. അപ്പോഴും ദുഃഖി തന്നെ ആകുമല്ലോ. അതിനാൽ ആശീർവാദങ്ങൾ നൽകൂ, സുഖം നൽകൂ, സുഖം നേടൂ. ആശീർവാദങ്ങൾ നൽകുവാൻ അറിയാമോ? അറിയാമോ? നേടാനും അറിയാമോ? ആർക്ക് ആശീർവാദങ്ങൾ നേടാനും നൽകാനും അറിയാമോ അവർ കൈ ഉയർത്തൂ. ശരി, എല്ലാവർക്കും അറിയാമോ? നല്ലത്. ഡബിൾ വിദേശികൾക്കും അറിയാമോ? ആശംസകൾ. നൽകാൻ അറിയാം, നേടാൻ അറിയാം എങ്കിൽ ആശംസകൾ. എല്ലാവർക്കും ആശംസകൾ. അഥവാ നേടാനും അറിയാം, നൽകാനും അറിയാമെങ്കിൽ പിന്നെന്താണ് വേണ്ടത്? ആശീർവാദങ്ങൾ എടുത്തുകൊണ്ടു പോകൂ, ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടേ പോകൂ. സമ്പന്നമായിക്കോളും. ആരെങ്കിലും ശാപം നൽകുകയാണെങ്കിൽ എന്തു ചെയ്യും? എടുക്കുമോ? ശാപം താങ്കൾക്ക് നൽകുകയാണെങ്കിൽ താങ്കൾ എന്തു ചെയ്യും?
എടുക്കുമോ? അഥവാ ശാപം എടുക്കുകയാണെന്ന് കരുതൂ. എങ്കിൽ താങ്കൾക്കുള്ളിൽ സ്വച്ഛത ഉണ്ടാകുമോ? ശവം ചീത്ത സാധനമല്ലേ? താങ്കൾ എടുത്തു, താങ്കൾക്കുള്ളിൽ സ്വീകരിച്ചു എങ്കിൽ താങ്കൾക്കുള്ളിൽ സ്വച്ഛമായിരിക്കുകയില്ലല്ലോ. അഥവാ അല്പമെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായി എങ്കിൽ പെർഫെക്റ്റ് ആകാൻ കഴിയുകയില്ല. അഥവാ ചീത്ത സാധനം ആരെങ്കിലും നൽകിയാൽ എന്താ താങ്കൾ എടുക്കുമോ? എന്തെങ്കിലും വളരെ സുന്ദരമായ പഴം പക്ഷേ താങ്കൾക്ക് കേടുവന്നത് നൽകിയാൽ പഴം മികച്ചതാണ് എന്നതുകൊണ്ട് എടുക്കുമോ? എടുക്കുകയില്ലല്ലോ. അതോ പറയുമോ, നല്ലതാണല്ലോ, തന്നതാണല്ലോ, എടുത്തേക്കാം. ഒരിക്കലും ആരെങ്കിലും ശാപം നൽകിയാൽ താങ്കൾ മനസ്സിനകത്ത് ധാരണ ചെയ്യരുത്. മനസ്സിലാകുന്നു ഇത് ശാപമാണ്, എന്നാൽ ശാപം അകത്ത് ധാരണ ചെയ്യാതിരിക്കൂ. ഇല്ലെങ്കിൽ കേടായി പോകും. ഇപ്പോൾ ഈ വർഷം ഇനി കുറച്ചു ദിവസം ബാക്കിയുണ്ട്. പഴയ വർഷത്തിൽ തന്റെ ഹൃദയത്തിൽ ദൃഢസങ്കല്പം ചെയ്യൂ. ഇപ്പോഴും ആരുടെയെങ്കിലും ശാപം മനസ്സിലുണ്ട് എങ്കിൽ കളഞ്ഞോളൂ. നാളെ മുതൽ ആശീർവാദം നൽകും, ആശീർവാദം നേടും. സമ്മതമാണോ? ഇഷ്ടമാണോ? ഇഷ്ടമാണോ അതോ ചെയ്യുക തന്നെ വേണമോ? ഇഷ്ടമാണ്, പക്ഷെ ആരാണോ കരുതുന്നത് ചെയ്യുക തന്നെ വേണം, എന്തു തന്നെ സംഭവിച്ചാലും എന്നാൽ ചെയ്യുക തന്നെ വേണം, അവർ കൈ ഉയർത്തു. ചെയ്യുക തന്നെ വേണം. ആര് സ്നേഹി സഹയോഗികൾ ഇന്ന് വന്നിട്ടുണ്ടോ അവർ കൈ ഉയർത്തു. ആര് സ്നേഹി സഹയോഗി വന്നിട്ടുണ്ടോ ബാബ്ദാദ അവർക്ക് ആശംസകൾ നൽകുകയാണ്. എന്തുകൊണ്ടെന്നാൽ സഹയോഗിയാണ്, സ്നേഹിയുമാണ്. എന്നാൽ ഇന്ന് ഒരു ചുവടുകൂടി വെച്ച് ബാബയുടെ വീട്ടിൽ അല്ലെങ്കിൽ തന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തന്റെ വീട്ടിൽ വരുന്നതിന് ആശംസകൾ. ശരി, ആര് സ്നേഹി സഹയോഗി വന്നിട്ടുണ്ടോ അവരും മനസ്സിലാക്കുന്നുണ്ടോ ആശീർവാദങ്ങൾ നൽകും, നേടും എന്ന്? മനസ്സിലാക്കുന്നുണ്ടോ? ധൈര്യം വയ്ക്കുന്നുണ്ടോ? ആര് സ്നേഹി സഹയോഗി ധൈര്യം വയ്ക്കുന്നുണ്ടോ സഹായം ലഭിക്കും. കൈ നീട്ടി ഉയർത്തു. നല്ലത്. പിന്നെ താങ്കളും സമ്പന്നരായി മാറും. ആശംസകൾ. ആരാണോ റെഗുലർ ഈശ്വരീയ വിദ്യാർത്ഥികൾ ബ്രാഹ്മണ ജീവിതത്തിൽ ബാബ്ദാദയെ കാണുവാൻ ആദ്യമായി വന്നിട്ടുള്ളത്, സ്വയം ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കുന്നത്, റെഗുലർ വിദ്യാർത്ഥി എന്ന് മനസ്സിലാക്കുന്നത്, ചെയ്യുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്നത് എങ്കിൽ കൈ ഉയർത്തു. ആശീർവാദങ്ങൾ നൽകും, ആശീർവാദം നേടും. ചെയ്യുമോ? ടീച്ചേഴ്സ് ഉയർത്തുകയാണോ? ക്യാബിനിൽ ഉള്ളവർ ഉയർത്തുന്നില്ല. ഇത് കരുതുന്നു ഞങ്ങൾ നൽകുക തന്നെയാണല്ലോ. ഇപ്പോൾ ചെയ്യുക തന്നെ വേണം. എന്തു തന്നെ സംഭവിച്ചാലും ധൈര്യം വയ്ക്കൂ, ദൃഢസങ്കല്പം വയ്ക്കൂ. അഥവാ കരുതൂ, എപ്പോഴെങ്കിലും ശാപം വരികയാണെങ്കിൽ തന്നെ 10 മടങ്ങ് ആശീർവാദങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ട് അതിനെ അവസാനിപ്പിച്ചുകൊള്ളുക. ഒരു ശാപത്തിന്റെ പ്രഭാവം 10 മടങ്ങ് ആശീർവാദങ്ങൾ നൽകി ലഘുവാക്കുക. പിന്നെ ധൈര്യം വന്നു ചേരും. ദോഷം അവനവനാണല്ലോ സംഭവിക്കുന്നത്. മറ്റേയാൾ ശാപം നൽകി കടന്നുപോയി. പക്ഷേ ആരാണ് ശാപം ഏറ്റെടുത്തത്? ദുഃഖി ആരാണ് ആകുന്നത്? എടുക്കുന്നയാളോ നൽകുന്ന ആളോ? നൽകുന്നയാളും ആകുന്നുണ്ട്, എന്നാൽ എടുക്കുന്നയാൾ കൂടുതലാകുന്നു. നൽകുന്നയാൾ അലസനാകുന്നു. ഇന്ന് ബാബ്ദാദ തന്റെ ഹൃദയത്തിന്റെ വിശേഷ ആശ കേൾപ്പിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളെയും പ്രതി, ഓരോ കുട്ടികളെയും പ്രതി
ദേശവിദേശത്തിലാകട്ടെ സഹയോഗിയാകട്ടെ. എന്തെന്നാൽ സഹയോഗികൾക്കും പരിചയം ലഭിച്ചുവല്ലോ. പരിചയം ലഭിച്ചു എങ്കിൽ പരിചയത്തിലൂടെ പ്രാപ്തി ഉണ്ടാകണമല്ലോ. ബാപ്ദാദയ്ക്ക് ഇതാണ് ആശ. ഓരോ കുട്ടികളും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കൂ. ആശീർവാദങ്ങളുടെ ഖജനാവ് എത്രത്തോളം ശേഖരിക്കാൻ ആകുമോ അത്രയും ചെയ്തുകൊണ്ട് പോകൂ. എന്തെന്നാൽ ഈ സമയം എത്രത്തോളം ആശീർവാദങ്ങൾ കൂട്ടിവെക്കാമോ ശേഖരിക്കാമോ അത്രയും തന്നെ താങ്കൾ പൂജ്യരാകുമ്പോൾ ആത്മാക്കൾക്ക് ആശീർവാദങ്ങൾ നൽകാൻ സാധിക്കും. കേവലം ഇപ്പോൾ ആശീർവാദങ്ങൾ നൽകണം എന്നല്ല, ദ്വാപരം മുതൽ ഭക്തർക്കും ആശീർവാദങ്ങൾ നൽകണം. അപ്പോൾ ഇത്രയും ആശീർവാദങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കണം. രാജാക്കുട്ടികളല്ലേ? ബാപ്ദാദ ഓരോ കുട്ടികളെയും രാജാക്കുട്ടിയായി കാണുന്നു, കുറഞ്ഞതല്ല. ശരി, ബാപ്ദാദയുടെ ആശ അടിവരയിട്ടുവോ? ആര് ചെയ്തു? അവർ കൈ ഉയർത്തു. ചെയ്തിട്ടുണ്ട്. ശരി, ബാപ്ദാദ 6 മാസത്തെ ഹോംവർക്കും നൽകിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ടീച്ചർമാർക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ ഈ ദൃഢസങ്കല്പത്തിന്റെ റിസൾട്ട് 1 മാസം നോക്കും. എന്തെന്നാൽ പുതുവർഷം പെട്ടെന്ന് ആരംഭിക്കുവാൻ പോകുന്നു. 6 മാസത്തെ ഹോംവർക്ക് തന്റേതാണ്. ഈ 1 മാസത്തെ ദൃഢസങ്കല്പത്തിന്റെ റിസൾട്ട് നോക്കും. ശരിയല്ലേ? ടീച്ചേഴ്സ് 1 മാസം ശരിയല്ലേ? പാണ്ഡവരെ ശരിയല്ലേ? നല്ലത്. ആരാണോ ആദ്യമായി മധുബനിൽ എത്തിയിട്ടുള്ളത് അവർ കൈ ഉയർത്തു. വളരെ നല്ലത്. നോക്കൂ, ബാപ്ദാദയ്ക്ക് എപ്പോഴും പുതിയ കുട്ടികൾ വളരെ പ്രിയപ്പെട്ടതായി തോന്നുന്നു. പക്ഷെ പുതിയ കുട്ടികൾ വൃക്ഷം പോലെ അതിൽ നിന്ന് കൊച്ചു കൊച്ചു ഇലകൾ വരുമ്പോൾ അത് പക്ഷികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ പുതിയ പുതിയ കുട്ടികൾ ആരാണോ മായയ്ക്കും ആ പുതിയ കുട്ടികൾ വളരെ പ്രിയപ്പെട്ടതായി തോന്നുന്നു. അതിനാൽ ഓരോ പുതിയവരും എന്നും തന്റെ നവീനത പരിശോധിക്കുക. ഇന്നത്തെ ദിവസം അവനവനിൽ എന്ത് നവീനത കൊണ്ടുവന്നു, ഏത് വിശേഷ ഗുണം, ഏത് ശക്തി അവനവനിൽ വിശേഷിച്ച് ധാരണ ചെയ്തു. അപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കൂ, സ്വയത്തെ പരിപക്വമാക്കിക്കൊണ്ടിരിക്കൂ. എങ്കിൽ സുരക്ഷിതരായിരിക്കും, അമരരായിരിക്കും. അപ്പോൾ അമരരായിരിക്കുക, അമരപദം നേടുക തന്നെ വേണം. ശരി, നാനാഭാഗത്തെയും നിശ്ചിന്ത ചക്രവർത്തികൾക്ക്, അതായത് ആത്മീയ ലഹരിയിൽ കഴിയുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ പ്രാപ്തമായ ഖജനാക്കളെ സമ്പാദ്യത്തിന്റെ ശേഖരണത്തിൽ വർദ്ധിപ്പിക്കുന്ന തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക്, സദാ ഒരേ സമയത്ത് 3 തരത്തിലുള്ള സേവനം ചെയ്യുന്ന ശ്രേഷ്ഠ സേവാധാരി കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണ കോടി 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 മടങ്ങ് സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം: സർവശക്തികളെയും ആജ്ഞയനുസരിച്ച് തന്റെ സഹയോഗി ആക്കുന്ന പ്രകൃതി ജീതായി ഭവിക്കട്ടെ. ഏറ്റവും വലുതിലും വലിയ ദാസി പ്രകൃതിയാണ്. ഏതു കുട്ടികളാണോ പ്രകൃതി ജീതാകുവാനുള്ള വരദാനം പ്രാപ്തമാക്കുന്നത് അവരുടെ ആജ്ഞ അനുസരിച്ച് സർവശക്തികളും പ്രകൃതിയാകുന്ന ദാസിയും കൈകാര്യം ചെയ്യുന്നു. അതായത് സമയത്ത് സഹയോഗം നൽകുന്നു. അഥവാ പ്രകൃതി ജീതാകുന്നതിനു പകരം ആലസ്യത്തിന്റെ ഉറക്കത്തിൽ അഥവാ അല്പകാലത്തെ പ്രാപ്തിയുടെ ലഹരിയിൽ അഥവാ വ്യർത്ഥ സങ്കല്പങ്ങളുടെ നൃത്തത്തിൽ മത്തുപിടിച്ച് തന്റെ സമയം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ശക്തികൾക്ക് ആജ്ഞയനുസരിച്ച് കാര്യം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ പരിശോധിക്കൂ, ആദ്യം മുഖ്യ സങ്കല്പശക്തി
നിർണയശക്തി, സംസ്കാരശക്തി മൂന്നും ആജ്ഞയിലാണോ? സ്ലോഗൻ: ബാബ്ദാദയുടെ ഗുണം പാടിക്കൊണ്ടിരിക്കൂ, എങ്കിൽ സ്വയവും ഗുണമൂർത്തിയായി മാറും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. കമ്പൈൻഡ് സേവനം കൂടാതെ സഫലത അസംഭവ്യമാണ്. ഇങ്ങനെയല്ല, പോകൂ, സേവനം ചെയ്യൂ, മടങ്ങൂ. എങ്കിൽ മായ വന്ന് മൂഡ് ഓഫായി, അസ്വസ്ഥമായി. അതിനാൽ അടിവരയിടൂ. സേവനത്തിൽ സഫലത അല്ലെങ്കിൽ സേവനത്തിൽ അഭിവൃദ്ധിയുടെ മാർഗമാണ് സ്വയത്തിന്റെ സേവനവും സർവരുടെ കമ്പൈൻഡ് സേവനവും. ഓം ശാന്തി.